എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾക്കും രസകരമായ അറിവുകൾക്കും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടിപ്സിനും BTV യൂട്യൂബ് ചാനൽ ഇന്നു തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ചാനൽ ഫോളോ ചെയ്യൂ. BTV ഫിലിം ക്ലബിലേക്ക് സ്വാഗതം. നമ്മൾ കോമ്പോസിഷൻ എലമെന്റുകളാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഫോട്ടോഗ്രാഫിയിൽ പലരും കോമ്പോസിഷൻ അത്ര വലിയ പ്രാധാന്യം കൊടുത്ത് കാണാറില്ല. പലപ്പോഴും നമുക്ക് ആളുകൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫുകൾ അല്ലെങ്കിൽ ആളുകൾ എടുക്കുന്ന സിനിമാറ്റോഗ്രഫിയൊക്കെ അല്ലെങ്കിൽ സിനിമകൾ കാണുമ്പോൾ അവരുടെ ഫ്രെയിമുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ എത്രമാത്രം ഇതിന്റെ ആർട്ടിനെ കുറിച്ച് ബോധമുള്ളവരാണ് എന്ന്. അത് അവർ ചിലപ്പോൾ അതിന്റെ സാങ്കേതികത ഒന്നും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന ഒരാൾ ചിലപ്പോൾ അതിന്റെ സാങ്കേതികതയോ അല്ലെങ്കിൽ അതിന്റെ ഇസ്തെറ്റിക്സോ ഒന്നും അറിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ ഒരാൾ നാച്ചുറലായിട്ട് എടുക്കുന്ന ഒരു ഫോട്ടോയിൽ നിന്ന് അയാളുടെ ആർട്ടിസ്റ്റിക് സെൻസ് എത്രയുണ്ട് എന്ന് അയാൾ ചിലപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ആയിരിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് ലൈറ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പല പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒരു ഫോട്ടോഗ്രാഫിൽ ഉണ്ടാവും. പക്ഷെ അവരെങ്ങനെ ഫ്രെയിം കമ്പോസ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അയാൾക്കൊരു ആർട്ടിസ്റ്റിക് സെൻസ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും ഞാൻ മുൻപ് ഫോട്ടോഗ്രാഫി ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് വരുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് മൊബൈലിൽ കുറച്ച് ഫോട്ടോകൾ എടുത്ത് കാണിക്കാൻ. അതായത് ഒന്നും പഠിക്കുന്നതിന് മുന്നേ തന്നെ അവരോട് കുറച്ച് ഫോട്ടോകൾ എടുത്ത് കാണിക്കാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും നമ്മുടെ മുന്നിൽ എത്തുന്ന ഒരാൾ എങ്ങനെയാണ് ആ ഫ്രെയിം കമ്പോസ് ചെയ്യുന്നത് എന്നത് നോക്കി അയാളെ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് വേണമെങ്കിൽ, കാരണം ഈ ഈസ്തെറ്റിക് സെൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ നിയമം പഠിച്ചത് വഴി പ്രാവർത്തികമാക്കുന്ന ഒരു സംഗതി അല്ല. അത് ഒരുപക്ഷെ നമ്മുടെ അതുവരെയുള്ള ജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തോടുള്ള സമീപനത്തിന്റെ ഭാഗമായിട്ട് ഒരാളുടെ ഉള്ളിലേക്ക് ചിലപ്പോൾ അയാൾ തന്നെ അറിയാതെ കടന്നു വരുന്ന ഒരു സംഗതിയാണ് ആർട്ടിസ്റ്റിക് സെൻസ് എന്ന് പറയുന്നത്. അതിനെ കുറെ കൂടി ഡെവലപ്പ് ചെയ്യാനാണ് സത്യത്തിൽ ഈ കോമ്പോസിഷൻ റൂൾസ് നമുക്ക് മനസ്സിലാക്കുന്ന വഴി നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ടാലന്റിനെ നമുക്ക് വേണമെങ്കിൽ പരിപോഷിപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ലീഡിംഗ് ലൈൻസിനെ കുറിച്ചാണ്. ലീഡിംഗ് ലൈൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈൻ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അതിന്റെ തന്നെ അനുബന്ധമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കുറച്ച് സംഗതികളുണ്ട്. ഇപ്പോൾ കർവ് എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. വേണമെങ്കിൽ ലീഡിംഗ് ലൈൻസിന്റെ തന്നെ ഭാഗമാണെന്ന് നമുക്ക് പറയാം. ഇപ്പം സ്ത്രീകളുടെയൊക്കെ ശരീരത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പൊതുവെ കർവി ആയിട്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരുടെ ആയാലും ഒരു ബോഡിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും അതിന്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പറയാറുണ്ട്. അത് ശരീരത്തിന്റെ മാത്രമല്ല പ്രകൃതിയിലുള്ള പല എലമെന്റുകൾക്കും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അതിന്റെ കർവി ആയിട്ടുള്ള ഒരു ഫോമിൽ നിന്നാണ്. കാരണം കുറച്ച് വളവുകൾ അല്ലെങ്കിൽ തിരിവുകൾ എന്ന് പറയുന്നത് പലപ്പോഴും പല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് എലമെന്റ് ആയിട്ട് തീരാറുണ്ട്. അത് ഒരു ക്യൂരിയോസിറ്റി വളർത്തുന്നതിനെ സഹായിക്കുന്നു. മറ്റു രീതിയിൽ ഒരു ഒബ്ജക്റ്റ് ഫ്ലാറ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സംഗതി നമ്മൾ എപ്പോഴും കോമ്പോസിഷന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഒരാളുടെ നോട്ടം ഒറ്റ നോട്ടത്തിൽ അവസാനിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫ്രെയിമിലേക്ക് നോക്കുന്നു, അവിടെ കാണാൻ ഒന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ വ്യക്തമാണെങ്കിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ണെടുക്കുന്നു. മറിച്ച് ഒരാളുടെ കണ്ണിനെ ആ ഫ്രെയിമിന്റെ എല്ലാ എലമെന്റിലേക്കും നയിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കണ്ണ് കുറച്ചു നേരം ആ ദൃശ്യത്തിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്, സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ കോമ്പോസിഷന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്. ഇവിടെയാണ് ലീഡിംഗ് ലൈൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റൂൾ ഓഫ് തേർഡ്സും കർവ് പോലെയുള്ള സംഗതികളൊക്കെ പ്രവർത്തിക്കുന്നത്. കാരണം അത് ഒരു ഫ്രെയിമിനെ ഫ്ലാറ്റ് ആവാത്ത വിധത്തിൽ, ലൈറ്റിങ്ങിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം. ഒരു ഫ്രെയിമിനെ ഫ്ലാറ്റ് ആവാത്ത വിധത്തിൽ കുറെ കൂടി ഡെപ്ത് ഫ്രെയിമിന് നൽകാൻ വേണ്ടി കർവ് പോലെയുള്ള ഷേപ്പുകൾ നമ്മളെ സഹായിക്കുന്നു. കർവ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഡയഗണൽസും ട്രയാങ്കിൾസും ഒക്കെ വേണം. ഇതും ലീഡിംഗ് ലൈൻസിന്റെ ഭാഗം തന്നെയാണ്. എങ്കിൽ പോലും പലതരം ട്രയാങ്കിളുകൾ ഒരു ഫ്രെയിമിൽ രൂപപ്പെടുന്നു. ഒബ്ജക്റ്റുകൾ തമ്മിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രയാങ്കിൾ സ്വഭാവം രൂപപ്പെടുന്നു. ഡയഗണൽ ആയിട്ടുള്ള ചില ലൈൻസുകൾ അല്ലെങ്കിൽ ഷേപ്പുകൾ ഒക്കെ ഫ്രെയിമിൽ പ്രവർത്തിക്കുന്നു. ഇത് എല്ലാം ലീഡിംഗ് ലൈൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ചില എലമെന്റുകളാണ്. വേണമെങ്കിൽ നമുക്ക് വേറെ രീതിയിലുള്ള കോമ്പോസിഷൻ എലമെന്റ്സ് ആയിട്ടും ഇതിനെ പരിഗണിക്കാവുന്നതാണ്. കമ്പോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു എലമെന്റ് ആണ് ലീവിംഗ് സ്പേസ് എന്നുള്ളത്. ലീവിംഗ് സ്പേസ് അല്ലെങ്കിൽ ബ്രീത്തിങ് സ്പേസ് ഒക്കെ പറയാറുണ്ട്. നമ്മൾ ശ്വാസം വിടാനുള്ള ഒരു സ്ഥലം തരിക എന്നൊക്കെ പറയും. രണ്ടുപേര് മുട്ടി നിൽക്കുമ്പോൾ നമുക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് അനുഭവപ്പെടില്ല.
നമ്മൾ കുറച്ച് വിട്ടു നിൽക്കും. ഒരാളെ കാണണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ സാധാരണഗതിയിൽ കുറച്ച് വിട്ടു നിൽക്കും. കാരണം അയാളുടെ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ അയാളുടെ ഒരു ക്യാരക്ടർ, അയാളുടെ ഒരു മൂഡ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒട്ടിച്ചേർന്ന് നിന്നാൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല. എത്രമാത്രം നമ്മൾ സബ്ജക്റ്റുമായിട്ട് ക്ലോസ് ആയിരിക്കുന്നോ അത്രമാത്രം നമുക്ക് ഡീറ്റെയിൽസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പക്ഷേ നമ്മൾ കുറച്ച് അകലത്തിലേക്ക് വരുമ്പോഴാണ് അയാളുടെ ഒരു ടോട്ടാലിറ്റി നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ ലീവിങ് സ്പേസ് എന്ന് പറയുന്നത് ഒന്നുമല്ല, ഒരു ഫ്രെയിമിനകത്ത് നമ്മൾ കണ്ടെത്തുന്ന സ്പേസ് ആണ്. അത് പലപ്പോഴും സബ്ജക്റ്റിന്റെ മൂവ്മെന്റ്സിനനുസരിച്ച് ലീവിങ് സ്പേസിന് അങ്ങനെ കൃത്യമായിട്ട് നമുക്കൊരു റൂളൊന്നും പറയാൻ കഴിയില്ല. സാധാരണഗതിയിൽ അത് മുന്നോട്ട് നടക്കുന്ന ഒരാൾക്ക് അയാൾക്ക് നടക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കുക, വലത്തേക്ക് നോക്കുന്ന ഒരാൾക്ക് അയാളുടെ നോട്ടത്തിന്റെ ഒരു സ്പേസ് കൊടുക്കുക, അയാൾ ഇടത്തേക്കാണ് നോക്കുന്നതെങ്കിൽ ആ ഇടത്തേക്കുള്ള നോട്ടത്തിന് സ്പേസ് കൊടുക്കുക. അപ്പോൾ മൂവ്മെന്റിനനുസരിച്ചും ലുക്കിനനുസരിച്ചും ചിലപ്പോൾ ആക്ഷൻ അനുസരിച്ചും ഒക്കെ നമ്മൾ ആ ആക്ഷൻ പൂരിപ്പിക്കാനുള്ള ഒരു ടൈം അല്ലെങ്കിൽ സ്പേസ് ആണ് സാങ്കേതികമായി പറഞ്ഞാൽ ലീവിങ് സ്പേസ്. ലീവിങ് സ്പേസ് ഇന്ന രീതിയിൽ കൊടുക്കണമെന്ന് നമുക്ക് നിഷ്കർഷിക്കാനൊന്നും പറ്റില്ല. പക്ഷെ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരാളുടെ ആ ആക്ഷന്റെ തുടർച്ചയായിട്ടുള്ള ഒരു സ്പേസ് എപ്പോഴും ഉണ്ടാവുന്നത് പലപ്പോഴും ഫ്രെയിമിന് ഡെപ്ത് കൊടുക്കും. അതായത് നമുക്ക് കാണുന്ന ആൾക്ക് ഭാവന ചെയ്യാൻ, അയാൾ ഇത്ര ദൂരം നടന്നിരിക്കുന്നു അല്ലെങ്കിൽ അയാൾ ഇത്ര ദൂരം നടക്കേണ്ടിയിരിക്കുന്നു, ഈ രീതിയിലുള്ള ഒരു ഇന്നർ ഡെപ്ത് നമുക്ക് കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക്, അതായത് ഫ്രെയിമിനപ്പുറത്തേക്ക് സഞ്ചരിപ്പിക്കാൻ പലപ്പോഴും ലീവിങ് സ്പേസിന് കഴിയും. ഏത് ഫ്രെയിമും സക്സസ് ആവുന്നത് ആ ഫ്രെയിമിനകത്ത് മാത്രം കണ്ണുകളെ കൊണ്ടുപോകുമ്പോഴല്ല, അല്ലെങ്കിൽ ഒരാളെ അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരിയെ ഫ്രെയിമിനകത്തുകൂടി മാത്രം സഞ്ചരിപ്പിക്കുമ്പോഴല്ല ഒരു ഫ്രെയിം സത്യത്തിൽ മനോഹരമാവുന്നത്, മറിച്ച് ഫ്രെയിമിന് പുറത്തേക്ക് ഒരാളെ കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ്. സിനിമയിൽ നമുക്ക് അത് പല രീതിയിൽ സൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഒരു ഫ്രെയിമിന് ശബ്ദം ഉപയോഗിച്ച് നമുക്ക് സിനിമയിൽ ഡെപ്ത് കൊടുക്കാൻ കഴിയും, പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ട്. കാരണം ഫ്രെയിമിന് എപ്പോഴും ലിമിറ്റേഷൻ ഉണ്ട്, കാരണം അതൊരു സ്പേസിൽ സംഭവിക്കുന്നതാണ്. ആ സ്പേസിനകത്തുള്ള എലമെന്റുകൾ മാത്രമേ എപ്പോഴും ഒരു ഫ്രെയിമിൽ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ സൗണ്ടിന് അങ്ങനെയല്ല, സൗണ്ടിന് നമുക്ക് ഫ്രെയിമിന് പുറത്ത് നിന്ന് നമുക്ക് ഫ്രെയിമിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ സിനിമയിൽ എങ്ങനെയാണോ വിഷ്വലിനെ സൗണ്ട് സഹായിക്കുന്നത്, ഒരുപക്ഷെ ഫോട്ടോഗ്രാഫിയിൽ ആ എലമെന്റിനെ അല്ലെങ്കിൽ സൗണ്ട് ചെയ്യുന്ന ഒരു റോള് നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ, ഇത് സിനിമാറ്റോഗ്രാഫിക്കും ബാധകം തന്നെയാണ് എങ്കിൽ പോലും ഫോട്ടോഗ്രാഫിയിൽ ഫ്രെയിമിന് പുറത്തേക്ക് ഒരാളെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ലീവിങ് സ്പേസ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാൾ നടന്നു വരുന്ന ഒരു പ്രത്യേക പൊസിഷൻ മാത്രമാണ് നമ്മൾ ഇമേജിൽ കാണുന്നത്, പക്ഷേ അയാൾ അതുവരെ സഞ്ചരിച്ച ദൂരം എന്തായിരുന്നു, അല്ലെങ്കിൽ അയാൾ ഇനി സഞ്ചരിക്കാൻ പോകുന്ന ദൂരം എന്താണ്, ഒരാക്ഷൻ എന്തിലേക്കുള്ള തുടർച്ചയാണ്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഫ്രെയിമിന് പുറത്തേക്കും ഫ്രെയിമിലുള്ള ഒബ്ജക്റ്റുകൾക്ക് കൂടുതൽ ഡെപ്തും കൂടുതൽ ഇമോഷനും നൽകാൻ പലപ്പോഴും ലീവിങ് സ്പേസ് എന്ന് പറയുന്ന കോമ്പോസിഷൻ എലമെന്റിന് കഴിയും. എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾക്കും രസകരമായ അറിവുകൾക്കും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടിപ്സിനും BTV യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ചാനൽ ഫോളോ ചെയ്യും.